السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الكريم وعلى آله وأصحابه الفائزين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياء ومماتهم ساء ما يحكمون. وخلق الله السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ ജാസിയയിലെ 21-22 വചനങ്ങളാണ് പാരായണം ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഒരുപാട് വിശിഷ്ട ഗുണങ്ങള് നൽകപ്പെട്ട ഒരു പറ്റം ആളുകളിൽ നിന്ന് വിശിഷ്ടരായി എന്ന് നമ്മൾ നമ്മെപ്പറ്റി ചിന്തിക്കുമ്പോഴും നാം വിശിഷ്ടരായിട്ടുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ഓരോ ചോദ്യങ്ങളും സ്വന്തത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കും, തെറ്റുകൾ ചെയ്യുന്നവര് മറ്റാരോ ആണോ എന്ന്. സ്വന്തത്തിന്റെ തെറ്റുകളെ നമ്മൾ അറിയാതെ പോവുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങള് മനുഷ്യ സഹജമായിട്ട് മനുഷ്യരിൽ ഉണ്ടാവാറുണ്ടോ എങ്കിൽ നമ്മൾ നമ്മോടാണോ ഈ ചോദ്യം എന്ന് ചോദിച്ച് ഓരോ ആയത്ത് കേൾക്കുമ്പോഴും അതിൽ ഞാൻ ഭാഗവാക്കാണോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു ആയത്തിലൂടെയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അള്ളാഹു ചോദിക്കുമ്പോൾ ആ ചോദ്യം ഒരിക്കലും എന്നോടല്ല എന്ന അർത്ഥത്തില് നമ്മൾ കേൾക്കും. പക്ഷേ ഞാൻ അങ്ങനെയാണോ എന്ന ചിന്തയും നമ്മുടെ കൂടെ വരേണ്ടതാണ്. അള്ളാഹു പറയുകയാണ്, അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആത്ത്, തെറ്റായ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ വിചാരിക്കുന്നുണ്ടോ? എന്ത് വിചാരിക്കുന്നുണ്ടോ? അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിച്ചവരെ പോലെയും ആണ് എന്ന് അവർ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്നവർ വിചാരിക്കുന്നുണ്ടോ? സവാഅം മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാണ് എന്നും അവർ വിചാരിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം. എന്നിട്ട് അല്ലാഹു പറയുന്നു, സാഅ മാ യഹ്കുമൂൻ, അവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവർ വിധിക്കുന്ന ആ വിധി എത്ര ചീത്തയാണ് എന്ന്. ഇപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സൽക്കർമ്മം പ്രവർത്തിക്കുകയും വിശ്വാസം കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയും സൽക്കർമ്മം ചെയ്യാതെ തിന്മകൾ അനുഷ്ഠിക്കുന്ന വ്യക്തിയും ഒരിക്കലും സമമാവുകയില്ല. അവരുടെ ജീവിതവും മരണവും സമമാവുകയില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം തന്നെ പരിപൂർണമായും മുക്തി നേടിക്കൊണ്ടുള്ള ജീവിതത്തെ എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും എത്രത്തോളം ഇഷ്ടപ്പെട്ടാലാണ് തെറ്റുകാരിൽ നിന്നും വ്യതിരിക്തമായി അല്ലെങ്കിൽ വ്യത്യസ്തരായിട്ട് നമ്മുടെ ജീവിതവും മരണവും മാറുകയുള്ളൂ എന്നും ഈ ഖുർആനിന്റെ ആയത്തിലൂടെ നമ്മിലേക്ക് ചേർത്തി വെക്കാൻ നമുക്ക് കഴിയണം. വിശ്വാസിയെ സംബന്ധിച്ച് പറയുമ്പോൾ, വിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും ജീവിതത്തിൽ എന്തെല്ലാം തെറ്റായ കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ മനസ്സ് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കണം. അള്ളാഹിന്റെ അടുക്കൽ തെറ്റുകളായി എണ്ണപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ അതൊന്നും മനുഷ്യരുടെ അടുക്കലേക്ക് നമ്മൾ തെറ്റായി കാണാതെ പോകുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒന്നാണ്.
സൃഷ്ടികളുടെ അടുക്കല് തെറ്റായിട്ട് നമ്മൾ കാണാത്തതും സൃഷ്ടാവിന്റെ അടുക്കൽ തെറ്റായി കാണപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങള് മനുഷ്യ സഹജമായി കടന്നു വരാറുണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞാല്? സൃഷ്ടികളുടെ അടുക്കല് നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറയുമ്പോൾ ഭയപ്പെടാത്ത ഒരു മനസ്സാണ് എങ്കിൽ അതിനെ ഒരു ദിനം പിടികൂടപ്പെടുമെന്നുള്ള ഒരു ഭയം, ഉൾഭയം വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അള്ളാഹു ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞത് എന്താണ്? അവരുടെ ജീവിതവും മരണവും സെയിമല്ല. ആരുടേത്? തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്നവരുടേതും സൽക്കർമ്മങ്ങളും വിശ്വാസം കൊണ്ട് വിശ്വാസികളായിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരുടെയും ജീവിതവും മരണവും സമമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ സമമല്ല എന്നതിനെ എങ്ങനെയാണ് ശക്തിപ്പെടുത്തി തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം സമമല്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് എത്ര അംഗീകരിച്ചാലും കാണാൻ പോകുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ഈ ലോകത്താണുള്ളത്. അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞു തരുന്ന സത്യമൊന്നോർത്തു നോക്കൂ. സത്യമായിട്ടും യാഥാർത്ഥ്യമായിട്ടാണ് അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. ഏതൊരു സത്യത്തെ പറ്റിയും നമുക്ക് ചില സംശയങ്ങൾ തോന്നുന്നിടത്ത് അള്ളാഹു ഉറപ്പിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. നമുക്കറിയാം, ആകാശത്തിന്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിലുമില്ല. ഭൂമിയുടെ ഓണർഷിപ്പുമായിട്ട് ജനിച്ചു വീഴുമ്പോൾ ആരും തന്നെ കടന്നു വന്നിട്ടില്ല. ജനിച്ചു വീഴുമ്പോൾ ഏതെങ്കിലും ഒരു തുണ്ട് ഭൂമിയും കയ്യിൽ പിടിച്ച് ആരും വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഞാനാണ് ഇത് സൃഷ്ടിച്ചു കൊണ്ടുവന്നത് ഭൂമി എന്ന്, അല്ലെങ്കിൽ ആകാശത്തെ സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറയാൻ ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെ ഇല്ല. ഈ ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ. സത്യമായിട്ട് തന്നെയാണ് അള്ളാഹു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഒക്കെ സൃഷ്ടിപ്പ് നടത്തിയത്. ആകാശത്തേക്ക് നമ്മൾ നോക്കുന്നുണ്ട്, ഭൂമിയിലേക്കും നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഭൂമിയെയും ആകാശത്തെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവ് എന്നോട് പറയുന്നുണ്ട്, സൽക്കർമ്മങ്ങളും അത് പ്രവർത്തിച്ചവരും തെറ്റുകുറ്റങ്ങളുമായി നടന്നവരും അവരുടെ ജീവിതവും മരണവും ഒന്നും തുല്യമാവുകയില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനടുത്ത ആയത്ത് പറഞ്ഞത് സത്യമായിട്ടും ആകാശത്തെയും ഭൂമിയെയും നാമാണ് ട്ടോ സൃഷ്ടിച്ചത്. എന്നിട്ട് അല്ലാഹു ഒരു യാഥാർത്ഥ്യം പറഞ്ഞു തരികയാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്. നിങ്ങളൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പ്രതിഫലം നൽകും ഞാൻ നിങ്ങൾക്ക്. ആർക്ക് നൽകും? കുല്ലു നഫ്സിൻ, എല്ലാ ഓരോരുത്തർക്കും അല്ലാഹു പ്രതിഫലം നൽകും. എന്തിൽ നിന്നാണ് പ്രതിഫലം നൽകുന്നത്? ബിമാ കസബത്ത്, ഓരോരുത്തരും അധ്വാനിച്ച പ്രവർത്തനത്തിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. വഹും ലാ യുളമൂൻ, അവരോട് അല്ലാഹു അക്രമം കാണിക്കുകയില്ല, അതിക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞു തരികയാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ. ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ കർമ്മങ്ങള് ഒരു പ്രതിഫലം നൽകുന്ന ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് അള്ളാഹു ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് സത്യപ്പെടുത്തി തന്നതിന് ശേഷം ആ കാര്യം നമുക്ക് പറഞ്ഞു തന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് സത്യമായും അതിനെ സൃഷ്ടിച്ചത് നാമാണ്, അള്ളാഹുവാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ആലോചിച്ചു നോക്കൂ. നമുക്കൊക്കെ ഒരു ഗ്രന്ഥം, സംസാരിക്കുന്ന ഒരു ഗ്രന്ഥം യാഥാർത്ഥ്യമായിട്ട് അള്ളാഹു നമുക്ക് നൽകും. എങ്ങനെയാണ് നൽകുന്നത്? ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്, സത്യം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർമ്മ പുസ്തകം നമുക്ക് നൽകും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. അപ്പൊ നമ്മളൊരു മൊബൈൽ ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോ അതിനൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെ?
റെക്കോർഡിംഗ് എടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഒരുപാട് വർത്തമാനത്തിന്റെ റെക്കോർഡിങ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോന്ന് നമുക്കറിയൂല അല്ലെ. നമ്മളെ മൊബൈൽ ഫോണിലുള്ള മറ്റാരും കേൾക്കരുത് എന്ന് വിചാരിച്ച് പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ ചിലത് ഡിലീറ്റ് ആക്കും. എന്താ കാരണം? വേറെ ആരെങ്കിലും ഫോൺ എടുത്ത് ആ വാക്ക് കേൾക്കരുത്. ഇങ്ങനെയൊക്കെ ചിലപ്പം നമ്മളിൽ നിന്നൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകും. അല്ലാഹു പുറത്തു തരട്ടെ. കാരണം എന്താണ്? ഡിലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തിൽ നിന്ന്? നമ്മുടെ കയ്യിലുള്ള ഫോണിൽ നിന്ന്. കാരണം എന്താണ്? അതാരും കേൾക്കരുത് എന്ന് വിചാരിച്ചിട്ട്. നമ്മളൊക്കെ ഒന്ന് നമ്മിലേക്ക് ചേർത്ത് വെക്കുക. എന്നിട്ടോ അപ്പൊ നമ്മൾ വിചാരിക്കും ഫോണിൽ നിന്ന് അതൊക്കെ ഡിലീറ്റ് ആയി പോയല്ലോ, ഇനിയിപ്പോ ആരും അത് കേൾക്കാൻ പോകുന്നില്ല. അല്ലാത്ത സമാധാനം. എന്നാൽ അള്ളാഹു പറയാണ്, ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്. അന്ന് നീ കൈകൊണ്ട് ഡിലീറ്റ് ആക്കിയിരുന്നല്ലോ നിന്റെ ഫോണിൽ നിന്ന്. കുറെ കാര്യങ്ങൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞ് കേട്ട് എന്ന് ഉറപ്പായപ്പോ നീ അത് ഡിലീറ്റ് ആക്കി. പക്ഷേ ഒരു പുസ്തകം അവിടെ അപ്പോഴും ഉണ്ടായിരുന്നു. ഏതാണ് ആ പുസ്തകം? ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്. സത്യം നിനക്ക് തുറന്നു തരുന്ന ഒരു കർമ്മപുസ്തകം നിന്റെ അടുക്കിലേക്ക് ഇതാ. എന്താണ് ആ കർമ്മപുസ്തകത്തിലുള്ളത്? ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ. നിങ്ങൾ അന്ന് പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അല്ലെ? എത്ര അർത്ഥവത്തായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാറ്റിനെയും തിരിച്ചറിയാൻ ഉതകുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും പരിശുദ്ധമാക്കാൻ ഉതകുന്ന രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ഗുണപാഠങ്ങള് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു മനുഷ്യരുടെ വായകൾക്ക് ഷീൽ വെക്കുന്ന സന്ദർഭത്തില് അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരുടെ വായകൾക്ക് ഷീൽ വെക്കപ്പെടുന്ന ആ സമയത്ത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വ ഐദീഹിം വ അർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചത് സംബന്ധിച്ച് അവരുടെ നാക്കുകളും കൈകളും കാലുകളും അവർക്കെതിരെ സാക്ഷ്യം വഹിക്കുന്ന ദിവസം. അല്ലെ? യൗമ ഒരു ദിവസാണ്. തഷ്ഹദു അലൈഹിം അവർക്ക് എതിരിൽ സാക്ഷി പറയും. ആര്? അൽസിനത്തുഹും അവരുടെ നാവുകള്. അല്ലെ? നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ സംസാരശേഷി ഇല്ലെങ്കിൽ വായിൽ നല്ലൊരു പുണ്ണായി, അല്ലെ? സംസാരിക്കാൻ തീരെ പറ്റുന്നില്ല. നാവ് ഇങ്ങോട്ട് പുറത്തെടുത്ത് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രയാസമുണ്ട്, അല്ലെ? പക്ഷെ ഈ നല്ല സുഖസുന്ദരമായിട്ട് സംസാരിക്കാനുള്ള വാചാലത നൽകിയിട്ടുള്ള ഈ അവയവം കൊണ്ടല്ലേ നമ്മൾ തെറ്റുകളെ കുറേ നമ്മുടെ കർമ്മപുസ്തകത്തിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് സുന്ദരമായി സംസാരിക്കുവാൻ പരിശുദ്ധമായൊരു നാവിനെ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അത് ഇനിയെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ? കാരണം എന്താണ്? അതെനിക്കെതിരിൽ സാക്ഷി പറയുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. യൗമ തഷ്ഹദു അലൈഹിം അൽസിനത്തുഹും വ ഐദീഹിം വ അർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അവരുടെ നാക്കുകളും കൈകളും കാലുകളും സാക്ഷ്യം വഹിക്കുന്ന ദിവസം അല്ലാഹു വീണ്ടും പറയുന്നു, ഷഹിദ അലൈഹിം സമഉഹും വ അബ്സ്വാറുഹും വ ജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവർക്ക് എതിരിൽ സാക്ഷ്യം പറയുകയാണ്. എന്തൊക്കെയാ പറയുന്നത്? അവര് കാതുകളുണ്ട്, കണ്ണുകളുണ്ട്, അവരുടെ തൊലികളുണ്ട്, ഒക്കെ സാക്ഷ്യം വഹിക്കും. ഓരോ ദിവസവും നമ്മൾ രാവിലെ എണീറ്റത് മുതല് നമ്മുടെ ഓരോ അവയവത്തെയും എത്രമാത്രം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു അസുഖം അതിന് പിടികൂടുന്ന പക്ഷം
നമ്മുടെ ചെവിയിൽ ഒരു ചെറിയ ഉറുമ്പ് പോയാൽ മതില്ലേ, ഇത് വലിയൊരു ആനശബ്ദം പോലെ വല്ലാത്തൊരു പ്രയാസമായിരിക്കില്ലേ ഈ ചെവിയിൽ എന്തെങ്കിലും ഒന്ന് കടന്നു പോയാല്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിലൊരു കണ്ണിന്റെ പുരിക അങ്ങോട്ട് താഴോട്ട് വീണാലോ വല്ലാത്ത അസ്വസ്ഥമായിരിക്കൂലേ. നമ്മുടെ ശരീരത്തിന്റെ തൊലിയിൽ എന്തെങ്കിലും ഒന്ന് വേദനയായാലോ അപ്പോഴും നമുക്ക് അസ്വസ്ഥമാണല്ലേ. എന്നാൽ ഇതൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട് എങ്കിൽ അതിനൊക്കെ കുറ്റമറ്റ രീതിയിൽ അള്ളാഹുവിന് സമർപ്പിക്കാനുള്ളതാണ് എന്ന ബോധം എപ്പോഴും നമ്മുടെ ഓരോ അവയവത്തെ കാണുമ്പോഴും നമ്മൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഇപ്പൊ എത്ര കേട്ടതാ, എന്നിട്ടിപ്പൊ ഞാൻ കേൾക്കണ എന്തിനാ? അപ്പോഴും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെയധികം ഉത്ബോധനങ്ങൾ എത്ര കേട്ടാലും അത് ഗുണകരമായിരിക്കുമെന്ന് ശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് വിശ്വാസികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന്. അപ്പം ഈ തൊലികളൊക്കെ സാക്ഷി പറയുന്ന ദിവസത്തില് ആ തൊലികൾ ഇങ്ങോട്ട് എണീറ്റ് ചോദിക്കുന്നുണ്ട്, ചാടി വീണ് ചോദിക്കുകയാണ് സ്വന്തം ചർമ്മങ്ങളോട് അല്ലെ. നമ്മളിപ്പോ നാവോട് സംസാരിക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ കൈയും കാലും തൊലികളും ഒക്കെ ഈ വർത്താനത്തിന് സാക്ഷിയായുണ്ടെന്ന്? പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ഒരു ചിന്ത നമുക്കുണ്ട് എങ്കിൽ നമ്മൾ പറയുന്ന വാക്കിനെ മൗനം പാലിച്ചുകൊണ്ട് വാക്കിനെ മാറ്റപ്പെടുമായിരുന്നു. ഈ ബോധ്യം എന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ഓരോ അവയവവും നാം സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഖാലൂലി ജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈന, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്ന് ആ ശരീരം അങ്ങോട്ട് എണീറ്റ് ചോദിക്കുന്ന. അപ്പൊ അള്ളാഹ് ഉത്തരം കൊടുക്കും. എന്താ ഉത്തരം കൊടുക്കുന്നത്? വഖാലൂ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു എന്ന് അവർ അവിടെ നിന്ന് പറയും. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കലേ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചു. എന്തിനാണ് ചിരിച്ചതെന്ന് അറിയാമോ എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇല്ല റസൂലെ. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? അടിമ തന്റെ യജമാനനുമായി നടത്തുന്ന സംഭാഷണം ഓർത്ത് ചിരിച്ചു പോയതാണ്. അവൻ റബ്ബിനോട് ചോദിക്കുകയാണ്, നാഥ, അക്രമത്തിൽ നിന്നും നീ എനിക്ക് രക്ഷ നൽകിയിട്ടില്ലേ? അല്ലാഹു പറഞ്ഞു, അതെ. അപ്പോൾ അവൻ പറയുകയാണ്, എന്നാൽ എന്റെ മേൽ എന്നിൽ നിന്നുള്ള സാക്ഷികളെ അല്ലാതെ മറ്റാരെയും ഞാൻ അംഗീകരിക്കുകയില്ല. അഥവാ അന്യരുടെ സാക്ഷികളെ അല്ലാതെ മറ്റാരെയും ഞാൻ അന്യരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ശിക്ഷിക്കുന്നത് അക്രമമാണ് എന്ന് അടിമ പറയും. അപ്പൊ വേറൊരാള് ഇവിടുന്ന് എന്താണ് ദുനിയാവുന്ന് വേറൊരാളാണല്ലേ നമുക്കെതിരെ സാക്ഷി നിൽക്കുക അല്ലെ. വേറൊരാളായിരിക്കും പറയാ അവൻ അങ്ങനെ ചെയ്തിക്കണ് ഇങ്ങനെ ചെയ്തിന്. അപ്പൊ നമ്മൾ ഇങ്ങനെ എതിർക്കും, ഇല്ലട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അവൻ പറയുന്നത് കള്ളത്തരാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷെ പരലോകത്ത് അങ്ങനെയല്ല. അന്യരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ശിക്ഷിക്കുന്നത് അക്രമമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, നിന്റെ മേല് സാക്ഷിയായി നീ തന്നെ മതിയല്ലടാ. ആലോചിച്ചു നോക്കൂ, നിന്റെ മേൽ സാക്ഷിയായിട്ട് നീ തന്നെ മതിയല്ലോ. മാന്യന്മാരായ എഴുത്തുകാരും അള്ളാഹു അവന്റെ വായ ശീൽവെക്കുകയുണ്ടായി. അവയവങ്ങളോട് സംസാരിക്കാൻ കൽപ്പനയും നൽകി. അപ്പോൾ അവയവങ്ങൾ അവന് സൗകര്യപ്പെടുത്തി കൊടുത്തു സംസാരിക്കാൻ. അപ്പോൾ അവൻ അവയവങ്ങളോട് പറയും, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പാടൊക്കെ പെട്ടത് അല്ലേ? നമ്മുടെ കയ്യും കാലും ശരീരമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പെടാപാട് പെട്ടിട്ട് ഇതൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നത് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ പാടുപെടുന്നതും വാദിക്കുന്നതുമൊക്കെ
നാശം നാശം എന്ന്, നാശമേ നാശമേ എന്ന് പറയും എന്നാണ്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് ചിരിച്ചത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞു കൊടുത്ത ഈ ഒരു സംഭാഷണം നമ്മൾ ഓർക്കണം. യഥാർത്ഥത്തില് നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ആ തുലാസുകൾ സ്ഥാപിക്കപ്പെടുന്ന ആ അപ്പൊ ഞാൻ ബാത്റൂമിൽ കയറിയ പാടല്ല പിന്നോട് വിളിക്കുന്നത് ശാന്തം ഞാൻ തുറന്നിട്ട് അതിരാത്താരോ അബ്ദുൽ ഗഫൂർ അവരെ മ്യൂട്ടാക്കാൻ പറ്റുന്നില്ല, ഞാൻ റിമൂവ് ആക്കി. പറഞ്ഞോ. هذا يوم لا ينطقون ولا يؤذن لهم فيعتذرون. അപ്പൊ അന്നത്തെ ദിവസം അള്ളാഹു പറയാണ്, സംസാരിക്കാനുള്ള ഘട്ടല്ലട്ടോ ഇപ്പോൾ ഇവിടെ, നിങ്ങൾ ഇവിടുന്ന് മിണ്ടരുതിട്ടോ. തുലാസ് സ്ഥാപിക്കപ്പെടുന്ന ദിവസത്തില് അള്ളാഹു പറയും, ശിക്ഷയ്ക്ക് വിധേയരായ മനുഷ്യന്മാരോട് പറയും, ഇവിടുന്ന് ഇനിയിപ്പൊ നിങ്ങൾ മിണ്ടിപ്പോകരുത്, സംസാരിക്കാനുള്ള ഘട്ടമല്ല ഇപ്പോൾ ഇനി നേരിടാൻ പോകുന്നത്. എന്തെങ്കിലും ഉപായങ്ങൾ കെട്ടിച്ചമച്ച് സമർപ്പിക്കാനുള്ള അനുവാദവും ഇനിയില്ല. ഇവിടുന്ന് എന്തൊക്കെ സാക്ഷികളാണില്ലേ കൊണ്ടു കൊടുക്കുക, എന്നിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് അത് സത്യമാണ് എന്ന് സമർപ്പിക്കും അല്ലെ. ഇത് ഏതോ വലിയ കുറ്റവാളി ചെയ്യുന്നതല്ല, ചില വീടുകളിലൊക്കെ സംഭവിക്കുന്ന സമർപ്പണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റണം. നിരപരാധികളായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇത്രത്തോളം പ്രയാസങ്ങള് ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിഞ്ചോമന മക്കളെ ഇട്ടേച്ചുകൊണ്ട് യാത്ര പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാനൊക്കെ ചിലപ്പോൾ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള നാവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ റബ്ബിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഇവിടെ നിന്ന് വാദിച്ചിട്ടുള്ള, ഇവിടെ നിന്ന് വേണ്ടാത്തതിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ നാവുകൾ കൊണ്ട് അള്ളാഹു അവിടെ വെച്ച് പറയും, ഇവിടെ നിന്ന് നീ മിണ്ടിപ്പോകരുത്. അതിനുള്ള അനുവാദം അള്ളാഹു ഇവിടെ കൊടുക്കുകയില്ല. തികച്ചും എല്ലാ അനുവാദവും നഷ്ടപ്പെടുന്ന ഒരു ദിവസത്തേക്ക് പോകാനുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പറയും, هذا يوم الفصل جمعناكم والأولين فإن كان لكم فكيدون. ഇന്ന് വിധി കൽപ്പിക്കാനുള്ള ദിനമാണ്, നിങ്ങളെയും നിങ്ങളുടെ പൂർവികന്മാരെയും അതിനാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന്. എന്നെ പറ്റിച്ച് ചാടാനുള്ള വല്ല തന്ത്രവും നിങ്ങളുടെ വശമുണ്ടെങ്കിൽ അത് പ്രയോഗിച്ചോളൂ. ദുനിയാവിൽ അള്ളാനെ പറ്റിച്ചിട്ട്, അള്ളാന്റെ സൃഷ്ടികളെ പറ്റിച്ചിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നതല്ലേ. ഖുർആൻ പറയുന്നുണ്ട്, അന്നത്തെ ദിവസം മനുഷ്യന് പറഞ്ഞു, ഐനൽ മഫർ, ഇനി എങ്ങോട്ടാ ഓടുക, എങ്ങോട്ടാണ് ഇനി നമ്മക്ക് ഓടാനുള്ളത്? എങ്ങോട്ടും ഓടാനില്ല. ഓടാനുള്ള ഓട്ടമൊക്കെ അവസാനിപ്പിച്ച് വന്നിരിക്കുകയാണ്. ചുറ്റും മതിലുകളാണ്. എങ്ങോട്ടോടിയാലും ആരും ഓട്ടത്തിന്റെ ഇടയില് കാൽ തെറ്റി വീണാലും ഒന്ന് പിടിച്ച് ണീപ്പിക്കാണ്ടാകൂല. കാരണം എന്താണ്? എല്ലാവർക്കും അവനവന്റെ ഷുഗലായിരിക്കും. എങ്ങോട്ടഞ്ഞിപ്പോ നമ്മൾ ഓടുക? എവിടേക്കും ഓടാനില്ലാത്ത ദിവസം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടില്ലേ നമ്മളോട്, യൗമയതദക്കറുൽ ഇൻസാനു മാ സഅ, ഓരോരുത്തരും മനുഷ്യ നീ ചിന്തിക്ക്, നീ എന്തൊക്കെയാണ് പരിശ്രമിച്ചത് എന്നതിനെ കുറിച്ച് നീ ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കും അത് എന്ന് ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഖുർആൻ പറഞ്ഞു
സത്യവിശ്വാസികളായ ആളുകളോട് വിശുദ്ധ ഖുർആൻ വളരെയധികം സമാധാനപരമായിട്ടൊരു വർത്തമാനം പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ആ വർത്തമാനം? യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ الذين آمنوا بآياتنا وكانوا مسلمين. യാ ഇബാദി, എന്റെ പൊന്നാര മക്കളെ, എന്റെ അടിയാറുകളെ, യാ ഇബാദി ലാ ഖൗഫുൻ. ഇതൊക്കെ കേട്ടപ്പം വല്ലാത്തൊരു പേടിയില്ലേ? എന്നങ്ങക്ക് പേടിക്കണ്ട ട്ടോ. ലാ ഖൗഫുൻ അലൈക്കും, നിങ്ങൾക്ക് പേടി വേണ്ട. അൽയൗമ, ഇന്നത്തെ ദിവസം. നിങ്ങൾ ദുനിയാവിൽ നിന്ന് ജീവിക്കുമ്പോൾ നേരത്തെ കേട്ടിട്ടുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ടാണ് നിങ്ങൾ ജീവിച്ചത് എങ്കിൽ, നിങ്ങളുടെ കേൾവിയെയും കാഴ്ചയെയും ചിന്തയെയും ഒക്കെ എന്റെ ഇഷ്ടത്തിന് അനുസൃതമായിട്ട് ജീവിച്ചവരാണ് എങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പേടിക്കണ്ട. യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ, ഇന്ന് നിങ്ങൾ പേടിക്കണ്ട. വലാ അൻതും തഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. കാരണം എന്താണ്? അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ. അവർ നേരത്തെ തന്നെ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളില് വിശ്വസിക്കുകയും അള്ളാഹിനെ അനുസരിക്കുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നിട്ടോ وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. സൂറ അൽ-അംബിയ 47-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, وَنَضَعُ الْمَوَازِينَ الْقِسْطَ, നീതിയുടെ തുലാസ് അല്ലാഹു വെക്കപ്പെടും. ദുനിയാവിന്ന് നീതി പലതിനും കിട്ടാറില്ലല്ലേ? പല കാര്യത്തിനും നീതി കിട്ടാറില്ല. ചിലപ്പോ കുടുംബത്തിൽ തന്നെ നീതി കിട്ടാത്ത പല സംഭവങ്ങളിലൂടെ കടന്നു പോയവരുണ്ടാകും. ചിലപ്പോ ഉപ്പയും ഉമ്മയും മരിച്ചപ്പോ സ്വത്ത് വീതിക്കുന്ന സമയത്ത് അർഹതപ്പെട്ട സ്വത്ത് കിട്ടാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ചോദിച്ചാ തരുവോ? ഇല്ല. നീതി പാലിക്കപ്പെടാത്ത പല സന്ദർഭങ്ങള് ദുനിയാവിൽ നിന്ന് കടന്നു പോയിട്ടുള്ളവരാണ് മനുഷ്യരൊക്കെ. എന്നാൽ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അള്ളാഹു നീതിയുടെ തുലാസ് സ്ഥാപിക്കും. അപ്പൊ സകലതും ശരിക്കും കൃത്യമായി തൂക്കി അങ്ങോട്ട് കണക്കാക്കി കൊടുക്കുന്ന ഒരു തുലാസ് അള്ളാഹു കൊടുക്കും മനുഷ്യർക്ക്. എന്നിട്ടോ ഫലാ തുളമു നഫ്സുൻ ഷൈഅ, ഒരാളോടും അള്ളാഹു അതിക്രമം കാണിക്കുകയില്ല. എത്രത്തോളാണ് എന്നിട്ട് അള്ളാഹു ഉദാഹരിച്ചത്? ഇൻകാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളം ചെയ്തത്, മനുഷ്യൻ ചെയ്ത സകലതും അതെത്ര ഒരു കടുകുമണി തൂക്കമുള്ളതാണെങ്കിൽ പോലും അതും കൂടെ അവിടെ കൊണ്ടുവരും, എന്നിട്ട് തൂക്കും. ദുനിയാവിലെ ത്രാസ് നമുക്ക് അറിയാലേ, അതില് ചിലപ്പം തൂക്കി വാങ്ങേണ്ട സാധനത്തിന്റെ തൂക്കം കുറച്ചാലും നമ്മൾ അറിയില്ല. സ്വർണ്ണൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് തൂക്കം കുറച്ചു അല്ലെ, ഇപ്പൊ കുറച്ചൊരു ഗ്രാം കുറച്ചാലും നല്ല ലാഭം കിട്ടില്ലേ അത് വിൽക്കുന്നവർക്ക്. പക്ഷെ നമ്മൾ അത് കൊണ്ടുവന്ന് എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ തൂക്കമൊന്നും നമുക്കറിയലുണ്ടാവൂല. നമ്മൾ കറക്റ്റ് തൂക്കാണല്ലോ കൊണ്ടുവന്നത് എന്ന് വിചാരിക്കും. അപ്പോഴൊക്കെ അല്ല അത് നോട്ട് ചെയ്യുന്നുണ്ടാകും. അവിടെ തൂക്കം കുറച്ചതും എല്ലാ തൂക്കവും നാളെ പരലോകത്തെത്തുന്ന സമയത്ത് ആ തൂക്കക്കുറവ് ആരാണോ നടത്തിയത് അതൊക്കെ അവിടെ കൃത്യമായിട്ട് ഉണ്ടാകുമെന്നർത്ഥം. അപ്പൊ എന്ത് പ്രവർത്തനാണെങ്കിലും അത് കടുകുമണിയോളമാണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരും. എന്നിട്ടോ വകഫാ ബിനാ ഹസിബീൻ, അത് മതി. എന്നിട്ടോ അത് മതിയാകും. ശരിക്കും അത് കൃത്യമായിട്ടും അള്ളാഹു അതിന് വിചാരണ ചെയ്യാൻ അത് അവന് മതിയായിരിക്കും എന്നർത്ഥം. അപ്പൊ വകഫാ ബിനാ ഹസിബീൻ, കണക്ക് നോക്കാൻ നാം തികച്ചും മതിയായവനല്ലേ എന്നൊരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്.
അപ്പൊ എന്തായിരിക്കും ഈ തുലാസിന്റെ രൂപം നമുക്കറിയില്ല അല്ലെ? ഭൗതിക പദാർത്ഥങ്ങൾ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ധാർമ്മിക ഗുണങ്ങൾ, അവയിലടങ്ങിയിട്ടുള്ള നന്മകളും തിന്മകളും ശരിക്കും കൃത്യമായി തൂക്കാൻ പറ്റിയ ഒന്നായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ തൂക്കത്തിന്റെ സ്വഭാവമോ അത് നമുക്കറിയില്ല അല്ലെ? നമുക്കിങ്ങനെ മനസ്സിലാക്കാം, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ 2 തരമായിട്ട് അങ്ങോട്ട് വിഭജിക്കും. ഒന്ന് നിർമ്മാണപരവും മറ്റൊന്ന് സംഹാരപരം. സത്യം മനസ്സിലാക്കി അത് അംഗീകരിക്കുകയും അതിനെ പിൻപറ്റി ജീവിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാണ് നിർമ്മാണപരമായ പ്രവർത്തനം. ഇവക്ക് മാത്രമേ പരലോകത്ത് തൂക്കണ്ടാകുള്ളൂ അല്ലെ? ഒരു ബിൽഡിങ്ങിന് തറകട കെട്ടിട്ട് അതിന്റെ മുകളിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കയറ്റുമ്പോഴേ അതിനൊരു കനന്തവും കൊള്ളൂ അല്ലെ? എന്ന പോലെ ഒരു വിശ്വാസി തന്റെ പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളുമായിട്ട് തൂക്കം കൂട്ടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കണം. അതേ പരലോകത്ത് കനന്തവും കൊള്ളൂ. മറ്റേന് വെയിറ്റ്, ഇവിടുന്ന് കുറേ വെയിറ്റ് കൂടിയിട്ട് ആ തുലാസിന് സൽക്കർമ്മത്തിന്റെ പട്ടികയിലേക്കുള്ള വെയിറ്റായി കിട്ടൂല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നത്തെ തൂക്കം അത് സത്യമായിരിക്കും. എന്നാല് വിശുദ്ധ ഖുർആൻ ഉണർത്തി, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. സൂറത്ത് അൽ കഹ്ഫില് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ സൂക്തം അല്ലെ? എന്താണ് അല്ലാഹു പറയുന്നത്? സത്യത്തെപ്പറ്റി അശ്രദ്ധനായിട്ട് അഥവാ സത്യത്തിൽ നിന്ന് തെറ്റിക്കൊണ്ട് മനുഷ്യന് തന്റെ ഇച്ഛക്ക് അടിമപ്പെട്ടാലും അവര് മറ്റു മനുഷ്യരെയോ പിശാചുക്കളെ പിന്തുടർന്നുകൊണ്ടോ സത്യത്തിന്റെ മാർഗത്തിൽ ചെയ്യുന്നതെല്ലാം തന്നെ അവർക്ക് പരലോകത്ത് സത്യത്തിനെതിരായി ചെയ്യുന്നതിന് ഒരണു അളവ് തൂക്കണ്ടാകൂല. എന്നിട്ടോ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നഷ്ടവും പരാജയം അനുഭവിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ടാണ് അല്ലാഹു ഈ ആയത്ത് പറയുന്നത്. കുൽ ഹൽ നുനബ്ബിഉകും. എത്ര അർത്ഥവത്തായിട്ടാണല്ലേ പ്രവാചകരെ പറയുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുക. ആരാണ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നഷ്ടം സംഭവിച്ചത്? ഒരു പരീക്ഷ എഴുതിയിട്ട് ചിലപ്പോ തോൽക്കാറുണ്ട് അല്ലെ? അപ്പോഴൊന്നും ചിലപ്പോ നമുക്ക് നഷ്ടമായിട്ട് തോന്നാറില്ലെങ്കിൽ, ചിലപ്പോൾ ചില കാര്യങ്ങള് കുറേ പ്രവർത്തിച്ച് ചെയ്തു പക്ഷെ ഒരു തൂക്കവും കിട്ടുന്നില്ല എന്ന് ദുനിയാവിൽ നിന്ന് ചിലതിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഇവിടെ നിന്ന് ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തിന്മയുടെ പ്രവർത്തനങ്ങളും അതോടുകൂടെ ചെയ്യുകയാണ്. ഒരുവൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവന് കിട്ടിയിട്ടുള്ള അർഹമല്ലാത്ത വിഹിതത്തിൽ നിന്ന് ഒരുപാട് സമ്പത്ത് കൈക്കലാക്കിയിട്ട് അതിൽ നിന്ന് വല്ലാണ്ട് ഇങ്ങനെ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അള്ളാന്റെ അടുത്തിട്ട് ഒരിക്കലും വില ഉണ്ടാകൂല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്. അതുകൊണ്ട് ആരാണ് നഷ്ടം സംഭവിച്ചവര് എന്ന് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് അല്ലാഹു പറയാണ്, അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ. തങ്ങളുടെ പ്രവർത്തനത്തെ ഏറ്റവും നഷ്ടം സംഭവിക്കുന്നവർ ആരെന്ന് പറഞ്ഞു തരട്ടെ എന്ന് അല്ലാഹു ചോദിച്ചിട്ട് പറഞ്ഞു തരികയാണ് നമുക്ക്. എന്താണ് പറഞ്ഞു തരുന്നത്? ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ മുഴുവൻ പരിശ്രമങ്ങളും സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. എന്നിട്ടോ എല്ലാം ശരിക്ക് ചെയ്യുന്നുണ്ട് എന്ന് അവർ വിചാരിക്കുകയും ചെയ്യാണ് അല്ലെ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ തങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നവർ എത്രത്തോളം. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ പോയ വസ്തു ഇന്ന സ്ഥലത്തുണ്ട് എന്ന് കാണിച്ചു തരുവാൻ ഉതകുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും ഇന്നിന്റെ കാലഘട്ടത്തിലുണ്ട് എന്നതാണ് സത്യം. ഈ അടുത്തൊരു സഹോദരി പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർത്തുപോയി.
ഈ തൗഹീദിനെ പറ്റി വിശദീകരിച്ച സമയത്ത് ആ സഹോദരി തൗഹീദിനെതിരായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ തൗഹീദിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഇത്രത്തോളം കാലം കേട്ടതും വിശ്വസിച്ചതുമൊക്കെ സത്യത്തിന് വിരുദ്ധമാണല്ലോ എന്നെനിക്ക് തോന്നിയിട്ടുള്ളൊരു നിമിഷമായി എന്ന് പറഞ്ഞൊരു സന്ദർഭം. എന്റെ കൂടെ ക്ലാസ്സിന് വന്നിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ ആ കാര്യം തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സഹായങ്ങളും നേർച്ചകളും നടത്തിക്കൊണ്ട് തങ്ങളെല്ലാം ചെയ്യുന്നത് നല്ല പ്രവർത്തനമാണ് എന്ന് ധരിച്ചു നിൽക്കുന്നവർക്കുമൊക്കെ ഈ ആയത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർ നൂറ്റാണ്ടുകളായി ചെയ്തു വരുന്ന ചില ആരാധനാ കർമ്മങ്ങൾ, ചില അനുഷ്ഠാനങ്ങള് ഇതെല്ലാം സത്യമാണ് എന്ന് വിചാരിച്ച് അതിനനുസൃതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ ലോകത്ത് നിന്ന് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുകയാണ് സത്യത്തിനെതിരായി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നല്ലതാണ് എന്ന് പിശാച് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമൊക്കെ നിഷ്ഫലമായി പോകുന്ന ഒരു ദിവസമുണ്ട്. ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്ന്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം, അക്കൂട്ടർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരാണ്, നിഷേധിക്കുന്നവരാണ്. വലിഖാഇഹി, നമ്മെ കണ്ടുമുട്ടുമെന്നുള്ള കാര്യവും. ഫഹബിതത് അഅമാലുഹും, ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ എന്തായി? നിഷ്ഫലമാകുന്നതാണ്. എന്നിട്ടോ നിഷ്ഫലമാകുക മാത്രമാണോ? അല്ല, വലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ, ഖിയാമത്ത് നാളില് അത് അവർക്ക് യാതൊരു തൂക്കവും അതിന് കിട്ടൂല. നമ്മളിപ്പോ സ്വർണമാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ജ്വല്ലറിയിൽ പോയിട്ട് നമുക്ക് മൂല്യവത്ത കുറേ പൈസ അങ്ങോട്ട് കൊടുത്തു, ജ്വല്ലറിയിൽ ലക്ഷക്കണക്കിന് പൈസ അങ്ങോട്ട് കൊടുത്തു. നമ്മൾ കടന്നുപോയ ഷോപ്പ് ഒറിജിനൽ സ്വർണം വിൽക്കുന്ന ഒരു കടയല്ല. പിന്നെ അതൊക്കെ കൊണ്ടുപോയി വിൽക്കാൻ നോക്കുമ്പോൾ അത് സ്വർണമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ദുനിയാവ് നമുക്ക് പ്രയാസം ഉണ്ടാവുകയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ദുനിയാവിന്റെ ഒരു കാര്യത്തില് വിലപ്പെട്ട ഒന്ന് നമ്മൾ വാങ്ങി അത് ദുനിയാവും തന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് അതിനൊരു വിലയും കിട്ടുന്നില്ലെങ്കിൽ ആ ദുനിയാവെന്ന് സഹിച്ചാൽ മതിയില്ലേ? എന്നാൽ അങ്ങനെയല്ല. റബ്ബിന്റെ അടുക്കലേക്ക് കടന്നു കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് തൂക്കം കിട്ടാത്ത അല്ലെങ്കിൽ തൂക്കം നഷ്ടപ്പെട്ടു പോകുന്ന പല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എങ്കിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മൂല്യമുള്ളതാണോ എന്ന് തിരിച്ചറിയുവാനുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകൾ നമ്മൾ പഠിച്ചിട്ടും തൗഹീദിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ഒരു വേള ആലോചിച്ചു കൊണ്ടിരിക്കണം. എത്രത്തോളം മനുഷ്യര് ഇന്ന് അധപ്പതിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാവരുടെയും ജീവിത പ്രശ്നമാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന്, ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ പോലും പറയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സത്യം നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തെറ്റായ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അള്ളാഹിന്റെ അടുക്കൽ മൂല്യവത്തായിരിക്കണം എന്നുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആവേണ്ടതും. അങ്ങനെ ആക്കി തീർക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ സൽക്കർമ്മങ്ങൾ നാളെ പരലോകത്ത് ഇത്തരത്തിലുള്ള ഹതഭാഗ്യരെ പോലെ ആവാതിരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും അധികം മൂല്യമുള്ള, ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമായിട്ട് ചെയ്യാൻ ഈ ലോകത്ത് നമുക്ക് സാധിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലോകത്ത് എത്ര വമ്പിച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊട്ടില്ല, അതൊക്കെ ലോകത്തിന്റെ അന്ത്യത്തോടു കൂടില്ലേ. നമുക്കറിയാം, ഒരു വലിയ കൊട്ടാരുണ്ടാക്കിയ ഒരു മനുഷ്യന് ആ കൊട്ടാരത്തിൽ ദോഷപൂർവം ജീവിക്കുന്നുണ്ട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുണ്ട്.
പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ദുനിയാവ് മാത്രമാണ് എങ്കിൽ ആ കൊട്ടാരം കൊണ്ടോ ഇവിടെയുള്ള സുഖങ്ങൾ കൊണ്ടോ മനുഷ്യൻ ഒട്ടും തന്നെ പ്രയോജനപ്പെടുകയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നാളെ പരലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് വില കിട്ടണം. നമുക്ക് ഓരോന്നിനും തക്കതായ പ്രതിഫലം നമുക്ക് കിട്ടണം. ഖുർആൻ പറഞ്ഞില്ലേ, وَقَدِمْنَا إِلَى مَا عَمِلُوا مِنْ عَمَلٍ فَجَعَلْنَاهُ هَبَاءً മൻഷൂറാ. എന്താ ചില അവരുടെ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് നോക്കുമ്പോൾ അതൊക്കെ പാറിപ്പറത്തപ്പെട്ട ധൂളികളായി പോയിരിക്കുന്നു എന്ന് ശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മുടെ തുലാസിന്റെ കനം തൂക്കുവാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് ചെയ്യുവാൻ നമുക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും കർമ്മങ്ങൾ ഒരു തുലാസിൽ തൂക്കപ്പെടുമെന്നുള്ളത് സത്യമാണ്. ദുനിയാവുന്നു അളവും തൂക്കവും ഒക്കെ കൃത്യമായിട്ട് നോക്കാറുണ്ട് അല്ലെ? എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? അത് നമ്മളൊരു സാധനം പൈസ കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങും, അതിന് മൂല്യമുള്ളത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം അല്ലെ? ഈ ഒരു ചിന്ത ഇവിടുന്ന് നമുക്കുണ്ട്. അള്ളാഹു പറഞ്ഞു, فَمَنْ ثَقُلَتْ مَوَازِينُهُ فَأُولَئِكَ هُمُ الْمُفْلِحُونَ وَمَنْ خَفَّتْ مَوَازِينُهُ فَأُولَئِكَ الَّذِينَ خَسِرُوا أَنفُسَهُمْ بِمَا كَانُوا بِآيَاتِنَا يَظْلِمُونَ. ആരുടെ തട്ട് കനം തൂങ്ങുന്നുവോ അവര് വിജയിച്ചു. അള്ളാഹു പറയും, തുലാസിന്റെ കനം ആരുടേത് കൂടിയിട്ടുണ്ടോ അക്കൂട്ടർ ഹുമുൽ മുഫ്ലിഹൂൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖശിഊൻ. അവരവരുടെ നമസ്കാരത്തില് വല്ലാത്ത ഭക്തിയുള്ളവരാണ് അല്ലെ? നമസ്കാരത്തിലൂടെ നമ്മുടെ തുലാസ് തൂങ്ങലുണ്ടോ അതല്ല കുറയലാണോ? നമ്മൾ ആലോചിക്കണം. എല്ലാ പ്രവർത്തനവും തുലാസിന്റെ കനം തൂക്കാനാണ്. അപ്പൊ ഖുശൂഅോട് കൂടിയിട്ടാണോ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ വിലയിരുത്തുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ ഖഫ്ഫത് മവാസീനഹു, ഇനി അത് കുറഞ്ഞാലോ, എന്റെ തൂക്കം കുറഞ്ഞാലോ, ഫൗലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവർ സ്വന്തത്തിന് തന്നെ നഷ്ടം സംഭവിച്ചവരാണവർ. ബിമാകാനു, അവരാരായിരുന്നു? ഈ ആയാത്തിനാ യദ്ലിമൂൻ, നമ്മുടെ ആയത്തുകൾക്ക് നേരെ അക്രമപരമായ നയം കൈക്കൊണ്ട നിമിത്തം അവരെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പൊ ആരുടെ തട്ട് കനം തൂങ്ങുന്നുവോ അവർ വിജയിച്ചു, ആരുടെ തട്ടുകൾ കനം കുറയുന്നുവോ അവർ നമ്മുടെ നിർദ്ദേശങ്ങളുടെ നേരെ അക്രമപരമായ നയം കൈക്കൊണ്ടത് നിമിത്തം അവരവരെ തന്നെ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇനി നമ്മൾ ആലോചിക്കും, എങ്ങനെ തുലാസിന്റെ കനം നമുക്ക് കൂട്ടാം, എന്തെല്ലാം മാർഗങ്ങൾ അതിനുണ്ട് എന്ന ചിന്തയുമായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു തുലാസ് കൊണ്ടുവെക്കുക അല്ലെ? അമ്മാമൻ സകലത്ത് മവാസീനഹു ഫവ ഫീ ഇശത്തിൻ റാളിയ വഅമ്മാമൻ ഖഫത്ത് മവാസീനഹു ഫഉമ്മുഹു ഹാവിയ. അല്ലെ? നമ്മൾ സൂറത്തുൽ ഖാരിയയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ തുലാസിന്റെ കനം നമുക്ക് കിട്ടണം. വലത് കൈയിൽ നമുക്ക് ഗ്രന്ഥം കിട്ടണം. എന്നിട്ട് സന്തോഷപൂർവ്വം ആ സ്വർഗത്തിൽ നിന്നുള്ള എല്ലാ സുഖങ്ങളും ആസ്വദിക്കണം. അതിന് ദുനിയാവാകുന്ന ഈ ഇടത്താവളത്തിൽ നിന്ന് എപ്പോഴാണ് ടിക്കറ്റുമായിട്ട് ഇവിടെ നിന്ന് പോവേണ്ടത് എന്നറിയുകയില്ല. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
വിശുദ്ധ ഖുർആന്റെ പാരായണത്തില്, തഫ്സീറില് ഏതെങ്കിലും അർത്ഥത്തില് പോരായ്മകൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ നീ അത് പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ആവേശത്തോടുകൂടി പ്രവർത്തിപദത്തിലേക്ക് ഉൾക്കൊള്ളിക്കുന്നവരാക്കി മാറാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. അള്ളാഹുവെ, നീ നീതി സ്ഥാപിക്കുന്ന ദിവസത്തില് നീ ഞങ്ങൾക്ക് പവിത്രമായി തന്നിട്ടുള്ള ഓരോ അവയവങ്ങളും ഞങ്ങൾക്ക് എതിരായി സംസാരിക്കുന്നൊരു ഘട്ടം ഞങ്ങൾക്ക് വരുന്നതിനെ കുറിച്ച് അള്ളാഹുവെ ബോധമുള്ളവരായിട്ട് ഇന്ന് ഓരോ അവയവത്തെയും പരിഭാവനമായി കൊണ്ടു നടക്കുമ്പോൾ അവ ഞങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരു ദിനം വരുന്ന ദിനത്തിന് ഞങ്ങളെ നീ ഒരിക്കലും അർഹരാക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ അവയവങ്ങളും അതിനെ നിന്റെ തൃപ്തിക്കനുസൃതമായിട്ടാണ് ഉപയോഗപ്പെടുത്തിയത് എന്നതിന് സാക്ഷ്യം വഹിക്കുന്ന അവയവങ്ങളാക്കി മാറ്റാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാന്. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വചനം സ്വയം ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖിന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ ഓരോ ദിവസവും ഈ ദീനിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ കർമ്മങ്ങളിൽ തുലാസിന്റെ ഖനം കൂട്ടിക്കൂട്ടി തരണമേ. അല്ലാഹുവേ, ആരോരും സഹായിക്കാനില്ലാത്ത ഘട്ടത്തില് നീ ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വിജയം വരിച്ചൊരു കൂട്ടരെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എങ്കിൽ ആ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണമേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم توفنا مسلمين والحقنا بالصالحين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم اجعل آخر كلامنا قول لا إله إلا الله. وصلى الله على نبينا محمد صلى الله عليه وسلم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.